ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഒരു 2 മണിക്കൂറോളം നീണ്ട ഒരു സെഷൻ ഇന്ന് രാത്രിയിലുണ്ടായിരുന്നു. സെഷൻ നല്ലതായിരുന്നോ മോശമായിരുന്നോ പറയേണ്ടത് പാർട്ടിസിപ്പൻസ് ആണ്, ഞാനല്ല പറയേണ്ടത്. എന്നാലും വിത്തിൻ 2 hours ധാരാളം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ശ്രദ്ധിക്കേണ്ട ഏതാനും പോയിന്റ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ നടന്നു. പല കാര്യങ്ങളും ഇന്ന് തന്നെ ഇംപ്ലിമെൻ്റ് എന്നുള്ള പോയിന്റിൽ സംസാരിക്കാൻ സാധിച്ചു. ഇതെല്ലാം ആൾക്കാർക്ക് പ്രയോജനമാകട്ടെ എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. തീർച്ചയായും പങ്കെടുത്ത ആൾക്കാർക്ക് അതിൻ്റെ പ്രയോജനം ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയിലാണ് നമ്മൾ ചെയ്തത്. ശരിക്കും ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, വെള്ളിയാഴ്ച വെളുപ്പിനെ, ദാറ്റ് മീൻസ് സാറ്റർഡേ വെളുപ്പിനെ US മാർക്കറ്റ് ക്ലോസ് ചെയ്തത് വളരെ മോശമായിട്ട് ക്ലോസ് ചെയ്തത്. ഡൗ ജോൺസ് 500 പോയിന്റ് താഴ്ന്നു ക്ലോസ് ചെയ്തു. അറ്റ് പ്രസന്റ് US ഫ്യൂച്ചേഴ്സ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് വളരെ വീക്കാണ്, റെഡ് ആണ്. അക്രോസ് ഏഷ്യൻ മാർക്കറ്റ് ഈസ് ട്രേഡിംഗ് അറ്റ് സ്ട്രോങ് ബെയറിഷ് നോട്ടിലാണ് ഏഷ്യൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഈ ആഴ്ച. കമ്മോഡിറ്റി സൈഡ് നോക്കാൻ നേരത്ത് പെട്രോൾ ബ്രന്റ് ഓയിൽ വീണ്ടും $110 മേളിൽ പോയി എന്ന് പറയുന്നത് ഈ ആഴ്ച മാർക്കറ്റ് എക്സ്ട്രീംലി വോളറ്റൈലായിരിക്കും. ഒരു പക്ഷേ കുറച്ചുകൂടെ ബെയറിഷ് ആളുള്ള സാധ്യതകളെയാണ് കാണിക്കുന്നത്. ശരിക്കും നമ്മളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇനിയും 3 മണിക്കൂറുണ്ട്. 3 മണിക്കൂർ എന്തെല്ലാം കാര്യങ്ങൾ മാറി പറയുമെന്ന് ചോദിച്ചാൽ നോ ബഡി ക്യാൻ പ്രെഡിക്റ്റ്. അതാണ് ഏറ്റവും വലിയ സത്യം. പക്ഷേ അറ്റ് പ്രസന്റ് നിങ്ങളോട് സംസാരിക്കുന്ന ഈ സമയത്ത് US ഫ്യൂച്ചേഴ്സ് ഈസ് ട്രേഡിംഗ് വെരി വീക്ക്. കമ്മോഡിറ്റി ബേസിക്കലി ഓയിൽ ട്രെൻഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഏഷ്യൻ മാർക്കറ്റ്സ് വലിയ ഒരു നെഗറ്റീവിലാണ് ഓൾറെഡി ഓപ്പൺ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം എടുത്തു പറയുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ഒക്കെ നമ്മൾ കണ്ടാൽ നമുക്ക് അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നിഫ്റ്റിയെ സംബന്ധിച്ച് അല്ല നമ്മുടെ ഇൻഡെക്സിനെ സംബന്ധിച്ച് എക്സ്ട്രീംലി കെയർഫുൾ ആവുക. വളരെ ശ്രദ്ധിച്ച് മാത്രമേ സ്റ്റോക്കുകളിൽ ചെയ്യാവുള്ളൂ. നല്ല റിസൾട്ട് വന്ന സ്റ്റോക്കുകളിൽ ഫോക്കസ് ചെയ്യുക. നല്ല റിസൾട്ട് എന്ന് വെച്ചാൽ എക്സലന്റ് റിസൾട്ട് വന്ന സ്റ്റോക്കുകളിൽ മാത്രമേ ഫോക്കസ് ചെയ്യാവുള്ളൂ. ട്രെൻഡിങ് സെക്ടേഴ്സ് മാത്രമേ ഫോക്കസ് ചെയ്യാവുള്ളൂ.